ഒരു മനുഷ്യൻ ദൈവത്തിന് 38 പവന്റെ സ്വർണ്ണക്കിരീടം സമർപ്പിച്ചു. അതേ ദിവസം ജീവിക്കാൻ വഴിയില്ലാതെ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു. ഈ രണ്ട് വാർത്തകളും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നു. ആ കിരീടം അവർക്കും കൊടുത്തിരുന്നെങ്കിൽ ആ കുടുംബം രക്ഷപ്പെട്ടേനെ എന്നുള്ള തരത്തിലാണ് ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത്. കേൾക്കുമ്പോൾ ശരിയാണെന്ന് നമുക്കും തോന്നാം. പക്ഷേ അല്പം ആഴത്തിൽ ചിന്തിച്ചാൽ മറ്റൊരു ചോദ്യം ഉയർന്നു വരും. ആ കുടുംബത്തിൻ്റെ മരണമാണോ നമ്മെ കൂടുതൽ വേദനിപ്പിച്ചത്, അതോ മറ്റൊരാൾ തൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നടത്തിയ സമർപ്പണമാണോ? സമൂഹത്തിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോഴെല്ലാം അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു പ്രവൃത്തിയെ അതിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് നമ്മുടെ ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. കിരീടം സമർപ്പിച്ച വ്യക്തി ആരാണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ജീവിതത്തിൽ എത്ര പേർക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടാകും എന്നത് നമുക്കറിയില്ല. എത്ര രോഗികളുടെ ചികിത്സയ്ക്ക് സഹായിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്കറിയില്ല. എത്ര കുടുംബങ്ങൾക്ക് താങ്ങായിട്ടുണ്ടാകുമെന്ന് നമുക്കറിയില്ല. ഇല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെ ഞാൻ കരുതാം. പക്ഷേ അറിയാത്തൊരു മനുഷ്യനെ അറിയാത്തൊരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നാം വിധിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സ് വളരെ സങ്കീർണമാണ്. നമ്മുടെ പണം എവിടേക്ക് പോകുന്നു എന്നത് നമ്മുടെ മൂല്യങ്ങളും വിശ്വാസങ്ങളും പ്രതീക്ഷകളും ചേർന്നാണ് തീരുമാനിക്കുന്നത്. നമുക്ക് എവിടെയാണ് മൂല്യം തോന്നുന്നത്, എവിടെയാണ് പ്രതീക്ഷ കാണുന്നത്, എവിടെയാണ് വിശ്വാസമുള്ളത്, അവിടേക്കാണ് നമ്മുടെ സംഭാവനകൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് 5000 രൂപ കടം ചോദിച്ച് അയൽക്കാരന് നൽകാൻ മടിക്കുന്ന ഒരാൾ ഒരു വലിയ സംഘടനയ്ക്ക് ലക്ഷങ്ങൾ സംഭാവന നൽകുന്നത്, വലിയ സ്ഥാപനങ്ങൾക്ക് കോടികൾ നൽകുന്നത്. അത് പണം തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടൊന്നുമല്ല. തൻ്റെ വിശ്വാസം അവിടെ നിക്ഷേപിക്കുകയാണ് അദ്ദേഹം. അത് മറ്റൊരു തരത്തിൽ തനിക്ക് ഗുണകരമാകുമെന്ന് അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിലും പള്ളികളിലും ആരാധനാ കേന്ദ്രങ്ങളിലും സംഭവിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഗുരുവായൂരപ്പന് സ്വർണ്ണക്കിരീടം സമർപ്പിക്കുന്ന ഭക്തൻ തൻ്റെ നാട്ടിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 1 പവൻ സമർപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം, ഒരു നേർച്ച, ഒരു നന്ദി, അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ വിശ്വാസം ഒക്കെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. ആ മനസ്സിനെ പുറത്തുനിന്ന് നടക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഇവിടെ മറ്റൊരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന നമ്മൾ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും ഇല്ലാത്തവരെ ഓർത്താണോ എടുക്കുന്നത്? വില കൂടിയ കാർ വാങ്ങുമ്പോൾ ഇതിൻ്റെ പകുതി വിലയുള്ള കാർ മതിയായിരുന്നു, ബാക്കി പണം കൊണ്ട് കുറച്ച് കുടുംബങ്ങൾക്കുള്ള സഹായം നമുക്ക് നൽകാം എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? വലിയ വീട് പണിയുമ്പോൾ ഒരു മുറി കുറച്ചാൽ മറ്റൊരാൾക്കൊരു വീട് പണിയാമെന്ന് നമ്മൾ തീരുമാനിക്കാറുണ്ടോ? മക്കളുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ചെറിയ ആഘോഷം മതിയായിരുന്നു, ബാക്കി പണം പട്ടിണിക്കാർക്ക് നൽകാം എന്ന് നമ്മൾ എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? സത്യസന്ധമായ ഉത്തരം പലപ്പോഴും ഇല്ല എന്നായിരിക്കും. കാരണം നമ്മളും നമ്മുടെ മുൻഗണനകൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത്, നമ്മളും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് വിനിമയം ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരാളുടെ മുൻഗണനകളെ മാത്രം എന്തിനാണ് നാം വിചാരണ ചെയ്യുന്നത്? ഇന്ത്യയിലെ മഹാനായ വ്യവസായികളിൽ ഒരാളായിരുന്നു GD ബിർള എന്നറിയപ്പെടുന്ന ഘനശ്യാം ദാസ് ബിർള. അദ്ദേഹം ബിർള എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സ്ഥാപിച്ചു. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പോലെയുള്ള വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർത്തി. ആശുപത്രികൾക്കും ശാസ്ത്ര ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനും അദ്ദേഹം കോടിക്കണക്കിന് രൂപ സംഭാവന നൽകി. അതേസമയം ലക്ഷ്മി നാരായണ മന്ദിരം പോലെയുള്ള ക്ഷേത്രങ്ങളും അദ്ദേഹം പണിതു. ഇന്ന് ആരെങ്കിലും ആ ക്ഷേത്രം കണ്ടിട്ട് ഇതിനു പകരം 10 പാവപ്പെട്ടവർക്ക് കൊടുത്താൽ പോരായിരുന്നു ആ രൂപ എന്ന് ചോദിച്ചാൽ അത് ബിർളയുടെ ജീവിതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്നേ നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയൂ. കാരണം അദ്ദേഹം വിശ്വാസത്തെ ഉപേക്ഷിച്ചില്ല, അതേപോലെ കരുണയും ഉപേക്ഷിച്ചില്ല. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയി. അതുകൊണ്ട് 38 പവന്റെ കിരീടത്തെ വിമർശിക്കുവാനുള്ള അവസരമായി ഈ കുടുംബത്തിൻ്റെ ആത്മഹത്യ ഉപയോഗിക്കുന്നതല്ല. ഇനിയും ഒരു കുടുംബം പോലും ഇത്തരമൊരു ദുരന്തത്തിലേക്ക് തള്ളപ്പെടാതിരിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് നമ്മുടെ കടമ. ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെ ബഹുമാനിക്കാം, അതോടൊപ്പം ഒരു മനുഷ്യൻ്റെ വിശപ്പും വേദനയും കാണാതെ പോകരുത്. വഴിപാടുകൾ ദൈവത്തിലേക്ക് പോകട്ടെ, കരുണ മനുഷ്യരിലേക്കും എത്തട്ടെ. വിശ്വാസം ആരാധനാലയങ്ങളിൽ വിരിയട്ടെ, മനുഷ്യത്വം നമ്മുടെ വീടുകളിലും ഹൃദയങ്ങളിലും നിറയട്ടെ. അപ്പോഴാണ്
ദൈവവും സന്തോഷിക്കുക, മനുഷ്യനും രക്ഷപ്പെടുക. ആധ്യാത്മികതയുടെ ഭാഗമാണോ ഈ തരത്തിലുള്ള വലിയ സംഭാവനകൾ എന്നുള്ളത് വേറൊരു ചിന്താവിഷയമാണ്. അടുത്ത ദിവസം നമുക്ക് അതുമായി കാണാം. OS ടോക്സിൽ എല്ലാവരും തുടരുക.